Hello മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. യെസ്, നമ്മുടെ ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ സോഷ്യൽ സയൻസിലെ ജിയോഗ്രഫിയിലെ ഏറ്റവും കൂടുതൽ സംശയം വരുന്ന ചാപ്റ്റർ അല്ലേടാ. പല ആളുകളും പറയും സാറേ വലിയ ചാപ്റ്ററാണ്, ഒരുപാട് പഠിക്കാനുണ്ട്, ഞങ്ങൾക്ക് എന്തൊക്കെയാ പഠിക്കേണ്ടത് അറിയില്ല. ഒരുപാട് കമന്റുകളൊക്കെ കണ്ടു നമ്മുടെ കഴിഞ്ഞ വീഡിയോക്ക്. സാറേ ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ, അതിൽ എന്തൊക്കെയാ പഠിക്കേണ്ടത് എന്ന് ഒന്ന് പറഞ്ഞു തരാമോ എന്നുള്ളത്. മക്കളെ, ഇന്നത്തെ ഈ ഒരു വീഡിയോ അതിനുള്ളത് മാത്രമാണ്. നമ്മുടെ ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി അഥവാ ഈ വൈവിധ്യങ്ങളുടെ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ, നമ്മൾ ഇന്നതാ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ സെറ്റ് ആക്കാൻ പോവാണ്. സോ റെഡി ആണല്ലോ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ ആക്ച്വലി ഞാൻ മുഴുവനൊന്നും പറയാൻ പോകുന്നില്ല ഈ ഒരു വീഡിയോയിലൂടെ. ഇതിലൂടെ ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, ഈ ചാപ്റ്ററിന് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട, എക്സാമിനേഷന് കൺഫേം ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ടോട്ടലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതന്നെ നോർത്തേൺ മൗണ്ടൻ റീജിയനെ കുറിച്ചിട്ടാണ്, അഥവാ ഉത്തരപർവ്വത മേഖലയെ കുറിച്ചാണ് ആക്ച്വലി ഈ ഒരു ചാപ്റ്റർ മൊത്തമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളെ നോർത്തേൺ മൗണ്ടൻ റീജിയൻ അഥവാ ഇന്ത്യയുടെ നോർത്ത് ഭാഗം ഉണ്ടല്ലോ, ഇന്ത്യയുടെ മുകൾ ഭാഗം അല്ലെ, ഈ ഒരു പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഇതാണ് ആക്ച്വലി നോർത്തേൺ മൗണ്ടൻ റീജിയൻ എന്ന് പറയുന്നത്. ഈ നോർത്തേൺ മൗണ്ടൻ റീജിയൻ അഥവാ ഉത്തരപർവ്വത മേഖലയെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും. അവ ഏതൊക്കെയെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം. ഒന്ന് ട്രാൻസ് ഹിമാലയ, രണ്ടാമത്തത് ഹിമാലയ, മൂന്നാമത്തത് ഈസ്റ്റേൺ ഹൈലൻഡ്സ്. ട്രാൻസ് ഹിമാലയം, കിഴക്കൻ മലനിരകൾ, ഇങ്ങനെ മൂന്നെണ്ണമായിട്ടാണ് ആക്ച്വലി ഉത്തരപർവ്വത മേഖലയെ നോർത്തേൺ മൗണ്ടൻ റീജിയനെ നമ്മൾ തരംതിരിക്കുന്നത്. അതിൽ ഓരോന്നിന്റെയും ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. ഈ ട്രാൻസ് ഹിമാലയ നമ്മൾ ആദ്യം ഇംഗ്ലീഷ് മീഡിയം, പിന്നെ ഞാനിവിടെ മലയാളം മീഡിയം വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് മീഡിയം അങ്ങോട്ട് പറയാം, എന്നിട്ട് മലയാളം മീഡിയം പറയാം. നമ്മുടെ നോർത്തേൺ മൗണ്ടൻ റീജിയനിൽ ഫസ്റ്റ് പറയുന്ന ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത്, ഈ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതാ ഈ ഒരു ഭാഗമാണ്. നമ്മൾ ഇന്ത്യ ഇവിടെ കാണുന്നില്ലേടാ, ഇന്ത്യയുടെ മാപ്പ് നിങ്ങൾ ഇതാ ഇങ്ങനെയുള്ള ഈ ഒരു പോകുന്നതായിട്ട് ആക്ച്വലി ഇന്ത്യ എന്ന് പറയുന്നത് കണ്ടില്ലേ, വൈറ്റ് കളറിലെ മാപ്പ് മാർക്ക് ചെയ്തിട്ടുള്ളത്, അതാണ് ഇന്ത്യയുടെ അതിർത്തി എന്ന് പറഞ്ഞാൽ. അതിൽ ആക്ച്വലി ട്രാൻസ് ഹിമാലയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ്. ഈ ഞാൻ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഭാഗമാണ് ആക്ച്വലി ട്രാൻസ് ഹിമാലയ എന്ന് പറയാം. അതിൽ മൂന്നെണ്ണമായിട്ട് ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗത്ത് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ദ ഫസ്റ്റ് വൺ കാരക്കോറം, സെക്കൻഡ് വൺ കാരക്കോറം ലഡാക്ക്, ദ തേർഡ് വൺ സസ്കർ. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് ട്രാൻസ് ഹിമാലയ നമുക്ക് തരംതിരിക്കാൻ പറ്റും. അപ്പൊ ട്രാൻസ് ഹിമാലയ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം? കാരക്കോറം, ലഡാക്ക്, സസ്കർ. മലയാളം മീഡിയത്തിലും അത് തന്നെ കേട്ടോ പറയാം. ട്രാൻസ് ഹിമാലയത്തെ കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്ന് പറഞ്ഞു മൂന്നായിട്ട് തരംതിരിക്കുന്നു. അതേസമയം ഹിമാലയാസ് എന്ന് പറയുന്ന സമയത്ത്, ഹിമാലയാസ് പല ആളുകളും മനസ്സിലാക്കി വെക്കാറ്, ഞാൻ ഇതങ്ങോട്ട് വായിച്ചു കേട്ടോ, ഇതങ്ങോട്ട് വായിച്ചു. പല ആളുകളും മനസ്സിലാക്കി വെക്കാറുള്ളത് എന്താ പറയുക, ഹിമാലയം എന്ന് പറഞ്ഞാൽ ഇതാണ് ഹിമാലയം എന്ന് പറയാറുള്ളത്. അത് തെറ്റാണ്. ഹിമാലയം എന്ന് പറഞ്ഞാൽ അതല്ല. ആക്ച്വലി ഹിമാലയം എന്ന് പറഞ്ഞാൽ നമ്മളെ കാരക്കോറം കഴിഞ്ഞു, ലഡാക്ക് കഴിഞ്ഞു, സസ്കർ കഴിഞ്ഞല്ലോ, അതിന്റെ തൊട്ട് താഴെ എന്താ ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെ വരെ വിശാലമായിട്ട് കിടക്കുന്ന ഈ ഭാഗത്തെയാണ് ആക്ച്വലി ഹിമാലയാസ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ഹിമാലയാസ്. ഈ ഹിമാലയാസിനെ ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ മൂന്ന് ഭാഗമായിട്ട് തരംതിരിക്കാൻ പറ്റും. ഹിമാലയസിനെ മൂന്നെണ്ണമായിട്ട് തരംതിരിക്കാൻ പറ്റും. അതാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാൻ. ഇതൊക്കെ ഈ ഓർഡറിൽ തന്നെ പഠിക്കുന്നത് ഏറ്റവും ബെസ്റ്റ്. കാരണം എന്താ അറിയോ, ഓർഡറിൽ പഠിച്ചാൽ നമ്മൾ ഈ ക്രിസ്മസ് എക്സാമിനേഷൻ മാപ്പ് മാർക്കിംഗ് വരാൻ ചാൻസസ് കുറവാണ്, പക്ഷെ മെയിൻ എക്സാമിന് മാപ്പ് മാർക്കിംഗ് ഉണ്ടായിരിക്കും. അപ്പൊ അവിടേക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ ഇത് ഓർഡറിൽ പഠിച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ, ഇത് വരയ്ക്കാനും അതേ ഓർഡർ തന്നെയുള്ളത്. ഞാനിതാ വരച്ചു തരാം. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കണ്ടാ, ആ താഴോട്ട് തന്നെയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, വരക്കുന്നത് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അപ്പൊ ഹിമാലയത്തെ നമ്മൾ മൂന്നെണ്ണമായിട്ട് തരംതിരിക്കും, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അതേസമയം ഇനി മലയാളം മീഡിയമ്മക്കൊക്കെ ഒരു മാറ്റം വരുന്നതാണ് ഈസ്റ്റേൺ ഹൈലൻഡ്സ് അഥവാ കിഴക്കൻ കുന്നുകൾ എന്നാണ് ഇവിടെ പറയാറുള്ളത്. ഈസ്റ്റേൺ ഹൈലൻഡ്സ്, കിഴക്കൻ കുന്നുകൾ. അത് എന്താണ് ഇവിടെ അതൊക്കെ പാട്കൈബം, നാഗ ഹിൽസ്, ഗാരോ ഗാസി, ചൈത്യ ഹിൽസ്, മീസോ ഹിൽസ്. അതൊക്കെ ഇവിടെ ഇങ്ങനെ നമ്മൾ ഇത് ഞാൻ ഇവിടെ മായ്ക്കുന്നു, ഇതൊക്കെ മായ്ച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. അവിടെ എങ്ങനെ മാർക്ക് വെച്ചാൽ മതി, പാട്കൈബം ആയിക്കോട്ടെ, നാഗ ഹിൽസ് ആയിക്കോട്ടെ, മീസോ ഹിൽസ് ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് അങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. സോ ഇതാണ് മക്കൾ ആക്ച്വലി നമ്മുടെ നോർത്തേൺ മൗണ്ടൻ റീജിയനെ ഉത്തരപർവ്വത മേഖലയെ മൂന്ന് ഭാഗങ്ങളായിട്ട് തരംതിരിച്ച്. ഇത് ക്ലിയർ? ട്രാൻസ് ഹിമാലയാസ്, ഈസ്റ്റേൺ ഹൈലൻഡ്സ്. ഇത് നമ്മൾ കൃത്യമായിട്ട് മക്കളെ പഠിച്ചു വെച്ചേക്കാം. ഇത് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ആദ്യം പറയുന്ന ട്രാൻസ് ഹിമാലയ നമ്മൾ അറിയാലോ. ട്രാൻസ് ഹിമാലയ നമ്മൾ ഫസ്റ്റിൽ മാർക്ക് ചെയ്ത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഭാഗത്ത് മാർക്ക് ചെയ്താണ്. ട്രാൻസ് ഹിമാലയത്തെ നമ്മൾ മൂന്നെണ്ണമായിട്ട് തരംതിരിച്ചു. ഏതൊക്കെയാ? മേ ബി ഡീറ്റെയിൽ ചോദിക്കും, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഡീറ്റെയിൽ തന്നെ കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് മൂന്നെണ്ണമായിട്ട് തരംതിരിച്ചു. ഇവിടുത്തെ ആവറേജ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ, ആവറേജ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 6000 മീറ്റർ ആണ്. 6000 മീറ്റർ ആണ് ശരാശരി ഉയരം എന്ന് പറയുന്നത്. 6000 മീറ്റർ. ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാരോ, ഏറ്റവും ഹയസ്റ്റ് പീക്ക് ഏതാരോ, ദാറ്റ് ഈസ് മൗണ്ട് കേറ്റു. ഈ മൗണ്ട് കേറ്റുവിനെ തന്നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ. ഈ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് പറയുന്ന മൗണ്ട് കേറ്റു ആണ് നമ്മുടെ കാരക്കോറത്തിലെ അല്ലെങ്കിൽ ട്രാൻസ് ഹിമാലയ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം എന്ന് പറയുന്നത്.
ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം മൗണ്ട് കേറ്റു ആണ്. ലോകത്തിലെ രണ്ടാമത്താട്ടോ. ലോകത്തിലെ ഒന്നാമത്തെ വരുന്നത് ശരിക്കും എവറസ്റ്റാണ്. എവറസ്റ്റ് ഇന്ത്യയിലല്ലാതെ എവിടെയുള്ളത്? നേപ്പാളിലാണ് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് രണ്ടാം സ്ഥാനമായിട്ട് കിടക്കുന്ന മൗണ്ട് കേറ്റു എന്ന് പറയുന്ന ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് പറയുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ കാരക്കോറം റേഞ്ച്. കാരക്കോറം അറിയാലോ, ഇതാണ് കാരക്കോറം എന്ന് പറയുന്നത്. ഇതാണ് കാരക്കോറം എന്ന് പറയുന്നത്. കാരക്കോറം, ലഡാക്ക്, സസ്കർ അതല്ലേ ഓർഡർ ഉണ്ടായിരുന്നത്. സോ അത് മക്കൾ എന്തെങ്കിലും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാവുന്നതാണ്. സോ അതാ നമ്മൾ ജസ്റ്റ് നോക്കുന്നു. കാരക്കോറം, ലഡാക്ക്, സസ്കർ, ഹിമാദ്രി, ഹിമാചൽ സിവാലിക്, പാർക്കി ബൈം, നാഗാൽസ്, മീസോൾസ് തുടങ്ങിയിട്ടുള്ളവയെല്ലാം അവിടെയും. സോ അത്രയേ ഉള്ളൂ അവിടെ വരാൻ. ഇനി അടുത്തായി കണ്ട് നമ്മൾ ഹിമാലയം, ട്രാൻസ് കഴിഞ്ഞാൽ പിന്നല്ലേ ഹിമാലയത്തിൽ വളരെ ഡീറ്റെയിൽ ചെയ്തിട്ട് പഠിക്കാം. ഇത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമ്മൾ ഹിമാലയത്തിലെ ഹിമാദ്രി, ഹിമാചൽ സിവാലിക്ക് മൂന്നിന്റെയും ഡീറ്റെയിലുകൾ പരീക്ഷയ്ക്ക് ചോദിക്കും. സോ അതുകൊണ്ട് അത് കൃത്യമായിട്ട് മക്കൾ പഠിച്ചിട്ട് പോകണം. നമ്മൾ ഏതാണ് ഈ ഹിമാദ്രി, ഹിമാചൽ സിവാലിക്ക്? ഇവിടെ നോക്കി മക്കളെ മറന്നു പോകല്ലേ. ഇവിടെ നോക്കിയാൽ ഇതാണ് ഹിമാദ്രി, ഹിമാചൽ സിവാലിക് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്താണ് ഹിമാദ്രി, ഹിമാചൽ സിവാലിക്ക്. ആദ്യത്തെ ഹിമാദ്രി പറഞ്ഞാൽ ഏറ്റവും മുകളിൽ വരുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ദ ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ച്, ഇതിലേറ്റവും ഉയരം കൂടിയ മലനിരയാണ്. ഹിമാദ്രിയുടെ തൊട്ട് താഴെയാണ് ഹിമാചൽ, അതിന് തൊട്ട് താഴെയാണ് സിവാലിക്ക്. അപ്പൊ ഏറ്റവും ഉയരത്തിലുള്ള ആരാണ്? ഹിമാദ്രിയാണ്. അപ്പൊ ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ച് ആണ്, ഉയരം കൂടിയതാണ്. അവിടുത്തെ ആവറേജ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 6000 മീറ്റർ ആണ്. ശരാശരി ഉയരം എന്ന് പറഞ്ഞാൽ 6000 മീറ്റർ ആണ്. ഇവിടെ നിന്നാണ് റിവർ ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര ഒറിജിൻ. ഗംഗയും ബ്രഹ്മപുത്ര, യമുന അല്ല, ആക്ച്വലി ബ്രഹ്മപുത്രയാണ്. ഇവയെല്ലാം നദികൾ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. കൂടാതെ തന്നെ ഹാസ് എ നമ്പർ ഓഫ് പീക്സ് അബൌവ് ദ 800 മീറ്റേഴ്സ്. ഇവിടെ എന്ത് ചെയ്യാറുണ്ട്? 8000 മീറ്ററിന് 8000 ആട്ടോ, 800 അല്ല, സോറി, 8000 മീറ്റേഴ്സ്, 8000 മീറ്ററിന് ഉയരത്തിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കിടക്കുന്നുണ്ട്. കാഞ്ചൻഗംഗ, നന്ദാദേവി തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ 8000 മീറ്ററിന് ഉയരത്തിലുള്ള. അപ്പൊ ഈ സ്ഥലങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഹിമാദ്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ്. അവിടെ നിന്നാണ് ഗംഗയും എന്ത് ചെയ്യുന്നത്? ബ്രഹ്മപുത്രയൊക്കെ എന്ത് ചെയ്യുന്നത്? ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ഇത് കഴിഞ്ഞാൽ ഹിമാദ്രി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ളതാണ് ഹിമാചൽ എന്ന് പറയുന്നത്. ഹിമാചൽ സിറ്റുവേറ്റഡ് സൗത്ത് ഓഫ് ദ ഹിമാദ്രി, ഹിമാദ്രിയുടെ തെക്കായിട്ട്, എന്ന് വെച്ചാൽ ഹിമാദ്രിയുടെ നേരെ താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്നു. ആവറേജ് ആൾട്ടിറ്റ്യൂഡ് 3000 നേരെ പകുതിയാണ്. 6000 പകരം 3000 മീറ്റർ ആണ്. ഇവിടെ ഹിൽ സ്റ്റേഷനുകൾ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് എന്താണ് സുഖവാസ സ്ഥലങ്ങൾ, നമ്മൾ ഒരുപാട് ടൂറുകളൊക്കെ പോകുന്ന സ്ഥലങ്ങളുണ്ട്. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഹിൽ സ്റ്റേഷനുകൾ. നമ്മൾ ടൂറുകളൊക്കെ പോകുന്ന സ്ഥലം, നമ്മൾ ഷിംലയിലേക്കൊക്കെ ടൂർ പോകാറുണ്ട്, ഡാർജിലിംഗിലേക്കൊക്കെ ടൂർ പോകാറുണ്ട്. സോ ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ കിടക്കുന്ന സ്ഥലമാണ് ഹിമാചൽ എന്ന് പറഞ്ഞാൽ. അതേസമയം സിവാലിക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയുള്ള ഭാഗമാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് അല്ലെ. അത് ഏറ്റവും താഴെയുള്ള ഭാഗമാണ് ആക്ച്വലി സിവാലിക് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് സൗത്ത് ഓഫ് ദ ഹിമാചൽ. ഹിമാചലിന് താഴെയായിട്ട് വടക്കായിട്ട് എന്ത് ചെയ്യുന്നു? സ്ഥിതി ചെയ്യുന്നു. കൂടാതെ തന്നെ ആവറേജ് ആൾട്ടിറ്റ്യൂഡ് 1220 മീറ്റേഴ്സ്. ഇവിടുത്തെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 1220 ആണ്. 1220 മീറ്റർ മാത്രമാണ് അവിടുത്തെ ഉയരം എന്ന് പറഞ്ഞാൽ. 6000, 3000, 1220. ഓക്കെ. സോ അതുപോലെ തന്നെ ആസ് എ ഹിമാലയൻ റിവേഴ്സ് കട്ട് അക്രോസ് ദിസ് റേഞ്ച്, ഈ ഭാഗത്ത് വെച്ചിട്ട് ഹിമാലയൻ റിവേഴ്സ് ഈ മൗണ്ടൻസിനൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. കാരണം നദികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വലിയ വലിയ മലകളുടെ ഒക്കെ ഗ്യാപ്പുകൾ കട്ട് ചെയ്തു പോകുന്നുണ്ട്. സോ കണ്ടിന്യൂസ്ലി ബ്രേക്ക് അറ്റ് ദ മെനി പ്ലേസ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തുടർച്ച എന്ത് ചെയ്യുന്നുണ്ട്? പലയിടത്തും നഷ്ടമാകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ മലകൾ ഇങ്ങനെ പോകുന്നുണ്ട് വിചാരിക്കാം. ഇതെന്താ മലയായില്ലല്ലോ, ഇത് നേരെ തല തിരിഞ്ഞല്ലോ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ മലകൾ പോകുന്നുണ്ട് വിചാരിക്കാം. അപ്പൊ ഈ മലയുടെ സൈഡിൽ കൂടെ എന്ത് ചെയ്യുന്നു? ഇതിലൂടെ ഞാൻ ഈ യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്ത പോലെ ഒരു റിവർ അങ്ങോട്ട് പോയാൽ ഇതെന്ത് ചെയ്യും? ഇതിന്റെ കണ്ടിന്യൂറ്റി ബ്രേക്ക് ചെയ്യൂടെ. സോ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് കണ്ടിന്യൂസുകൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ബ്രോഡ് ഫ്ലാറ്റ് വാലി സീൻസ് ദർ. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീളമേറിയതും വിസ്തൃതവുമായിട്ടുള്ള താഴ്വരകൾ കാണാൻ പറ്റും. ഇവയെ ഡ്യൂണുകൾ എന്ന് വിളിക്കുന്നു. അതിന്റെ ഉദാഹരണമാണ് ഡെറാഡൂൺ എന്ന് പറയുന്നത്. സോ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന് പറയുന്ന ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ. അടുത്തതായിട്ട് ഒരു 4 മാർക്കിൽ ചോദ്യം ചോദിക്കാവുന്നതാണ്. വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് നോർത്തേൺ മൗണ്ടൻ റീജിയൻ? ഉത്തരപർവ്വത മേഖലയുടെ സവിശേഷതകൾ ഏതൊക്കെയാണ്? പരീക്ഷയ്ക്ക് ചോദിക്കുക. ഉത്തരപർവ്വത മേഖലയുടെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ പ്രാധാന്യം എന്താണ്? ഒന്നെങ്കിൽ പ്രാധാന്യം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അവ കൊണ്ടുള്ള രാജ്യത്തിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയെന്ന് ചോദിക്കാം. സോ ഇങ്ങനെയൊക്കെ ചോദിച്ചാലും ആക്ച്വലി നിങ്ങൾ എഴുതി വെക്കാനുള്ളത് പ്രധാനമായിട്ടും ഈ ഒരു കാര്യങ്ങളാണ്. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അറിയോ? ഒന്നാമത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞ പോലെ പറഞ്ഞിട്ട് അതിന്റെ ഷോർട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. റെഡി അല്ലേ? സോ ഒന്നാമത്തെ, പ്രൊട്ടക്ടിങ് അസ് ഫ്രം ദ ഫോറിൻ ഇന്നോവേഷൻ ഫ്രം ദ നോർത്തേൺ സിൻസ് ആൻഷ്യന്റ് ടൈംസ്. വൈദേശിക ആക്രമണത്തെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്തുന്നു. പണ്ട് മുതലേ നമ്മൾ വിദേശികൾ ആക്രമിക്കുന്നതിന് ഈ ഹിമാലയം തടഞ്ഞു നിർത്തും. കാരണം എന്താ? ഹിമാലയം കടന്നിട്ട് ഇന്ത്യയിലേക്ക് കയറി വരിക എന്നുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇന്ത്യക്ക് ശരിക്കും ഒരു മതിൽ പോലെ നിൽക്കുന്ന ആളാണ് ആര്? ഹിമാലയം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ബ്ലോക്ക് ദ മൺസൂൺ വിൻഡ്, മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നു. നമ്മൾ ഈ ചാപ്റ്ററിലെ ഡീറ്റെയിൽ പഠിക്കുന്നുണ്ട്. ആക്ച്വലി മൺസൂൺ കാറ്റുകളൊക്കെ പറയുന്നുണ്ട്. ഈ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നതോടുകൂടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കാനൊക്കെ കാരണമാകുന്നത് മൺസൂൺ കാറ്റാണ്. അപ്പൊ ഈ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തുന്ന ആരാണ്? നോർത്തേൺ മൗണ്ടൻ റീജിയൻ, ഉത്തര പർവ്വത മേഖലയാണ്. കൂടാതെ തന്നെ പ്രിവെന്റ് ഡ്രൈ കോൾഡ് വിൻഡ് എന്ന് വെച്ചാൽ ഡ്രൈ
കോൾഡ് ബിൽഡ് വരണ്ട ശീതക്കാറ്റിനെ എന്ത് ചെയ്യുന്നു തടഞ്ഞു നിർത്തുന്നു. നമ്മളെ ഏഷ്യൻ്റെ ഭാഗത്തുനിന്ന് ഏഷ്യൻ കോണ്ടിനെന്റിന്റെ നമ്മുടെ സെൻട്രൽ ഏഷ്യ ഉണ്ടല്ലോ, ആ ഭാഗത്ത് ശരിക്കും വരണ്ട ശീതക്കാറ്റ് തണുപ്പ് കാലത്ത് ഇന്ത്യയിലേക്ക് വരേണ്ടതാ. ആ വരുന്നതിനെ ശരിക്കും തടഞ്ഞു നിർത്തിയിട്ട് ഇന്ത്യയിൽ അതിശക്തമായ തണുപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആരാന്നറിയോ? നമ്മുടെ ആരാണ് ഈ ആക്ച്വലി നമ്മുടെ നോർത്ത് മൗണ്ടൻ റീജിയൻ ആണ്. അപ്പോൾ തന്നെ ഡൈവേഴ്സ് ഫ്ലോറ ആൻഡ് ഫോണ, വൈവിധ്യമായ സസ്യ ജന്തുജാലങ്ങൾ അവിടെ കാണാൻ പറ്റും. സോഴ്സ് ഓഫ് റീജിയണൽ റിവേഴ്സ് അഥവാ നദികളുടെ ഉത്ഭവസ്ഥാനമാണ്. ഇതിനെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇത് ആക്ച്വലി ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഫസ്റ്റ് ഇത് ഞാനൊരു ഷോർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ബ്ലോക്ക് എന്ന് പഠിച്ചു വെക്കാം. ബ്ലോക്ക് തടയുന്നു. എന്തിനൊക്കെയാണ് തടയുന്നത്? ഒന്നാമത് തടയുന്നത് ആൻഷ്യൻ അറ്റാക്ക്, പണ്ട് കാലത്തുണ്ടായിരുന്ന ആക്രമണങ്ങൾ നമ്മൾ തടയുന്നുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ അടുത്താണ് മൺസൂൺ വിൻഡ്. മൺസൂൺ വിൻഡ് ഞാൻ അതുപോലെ തന്നെ അടുത്താണ് ഡ്രൈ കോൾഡ് വിൻഡ്. ഇവയെ എല്ലാത്തിനെയും ആക്ച്വലി എന്ത് തടയുന്നൊരു പരീക്ഷയ്ക്ക് 4 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ 3 പോയിന്റ് ഇവിടെ തന്നെയായി. പിന്നെ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ പറയാൻ പറ്റും ഡൈവേഴ്സ് ഫ്ലോറ ആൻഡ് ഫോന. ഒരുപാട് സസ്യ ജന്തുജാലങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കാണാൻ പറ്റും. അവിടെ പോയാൽ മാത്രം കാണുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. ഫ്ലോറ ആൻഡ് ഫോന. എന്നാൽ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ പറയാൻ പറ്റും ഒരുപാട് ദ റീജിയൻ ഓഫ് റിവേഴ്സ്, ഒരുപാട് നദികളുടെ ഉത്ഭവസ്ഥാനമാണ്. സോ നിങ്ങൾ ഇതിന് 5 പോയിന്റുകൾ ഉണ്ട്. 5 പോയിന്റുകൾ നിങ്ങൾ മക്കൾ എന്ത് ചെയ്യണം? മിനിമം ഒരു 4 പോയിന്റുകളും എന്റെ മക്കളെ പഠിച്ചു വെക്കണം. ഇത് പഠിക്കാൻ ഭയങ്കര സിമ്പിൾ ആണ്. ആക്ച്വലി ബ്ലോക്ക് എന്ന് പഠിച്ചു വെക്കാൻ തടയുന്നു. എന്തിനൊക്കെ? ആൻഷ്യന്റ് അറ്റാക്ക്, പണ്ട് കാലത്തുണ്ടായിരുന്ന ആക്രമണങ്ങൾ തടയുന്നുണ്ട്. മൺസൂൺ വിൻഡിനെ തടയുന്നുണ്ട്. ഡ്രൈ കോൾഡ് വിൻഡ്, വരണ്ട ശീതക്കാറ്റിനെ തടയുന്നുണ്ട്. പിന്നെ ഫ്ലോറ ആൻഡ് ഫോനയ്ക്ക് കാരണമായിരുന്നു വൈവിധ്യമായ സസ്യജന്തുജാലങ്ങൾ അവിടെ കാണാം. ഒരുപാട് റിവേഴ്സുകൾ, നമ്മളെ ഹിൻഡസ് ആയിക്കോട്ടെ, ഗംഗ ആയിക്കോട്ടെ, ബ്രഹ്മപുത്ര ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഒരുപാട് നദികളുടെ ഉത്ഭവസ്ഥാനമാണ് ഹിമാലയാസ് എന്ന് പറയുന്നത്. സോ അത് മക്കൾ പഠിച്ചു വെക്കണം. അപ്പൊ നമ്മൾ നദികളെ പറഞ്ഞു. നദികളുടെ ഭാഗത്തുനിന്ന് ഹിമാലയൻ നദികൾ ഏതൊക്കെയായിരുന്നു മക്കളെ? നിങ്ങൾക്ക് ഹിമാലയൻ നദികൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി 3 എണ്ണമാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അതേസമയം നമ്മളെ പെനിൻസുലാസ് റിവേഴ്സ് ഉണ്ട്, ഉപദ്വീപീയ നദികൾ. നമ്മൾ എന്ത് ചെയ്യാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. അതാണ് ആക്ച്വലി ഉപദ്വീപീയ നദികൾ, പെനിൻസുലാസ് റിവേഴ്സ് എന്ന് പറയാം. ഈ 2 നദികൾ തമ്മിലുള്ള കമ്പാരിസൺ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് മക്കൾ ഒന്ന് ശ്രദ്ധിക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ ഹിമാലയൻ റിവേഴ്സ് ആൻഡ് ദ പെനിൻസുലാസ് റിവേഴ്സ്. ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഇംഗ്ലീഷ് മീഡിയം വായിക്കാം. ഒറിജിനേറ്റഡ് ഫ്രം ദ ഹിമാലയൻ മൗണ്ടൻ റീജിയൻ. എല്ലാവർക്കും അറിയാലോ, ഹിമാലയൻ റിവേഴ്സ് എന്നുള്ള പേര് പോലും കൊടുത്താണ്. പിന്നെ അത് എന്താണ്? വേറെ ഒന്നും വരാൻ പാടില്ല. അത് ഹിമാലയൻ മൗണ്ടൻ റീജിയൻ എന്ന് വെച്ചാൽ ഹിമാലയത്തിന്റെ മുകളിൽ നിന്നാണ് സാധാരണ അത് വരാറുള്ളത്. അത് തന്നെ ഇവിടെ പറയുന്നത് ഹിമാലയൻ പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ നോക്കാം. ഒറിജിനേറ്റഡ് ഫ്രം ദ മൗണ്ടെയിൻസ് റേഞ്ചസ് ഇൻ ദ പെനിൻസുലാസ് പ്ലാറ്റ്യൂ. അഥവാ ഉപദ്വീപീയ മലനിരകളിൽ നിന്ന്, ഉപദ്വീപീയ പീഠഭൂമിയിലെ മലനിരകളുടെ മുകളിൽ നിന്നാണ് ഏത് വരുന്നത്? ഉപദ്വീപീയ നദികൾ വരുന്നത്. അടുത്ത പോയിന്റ് ആണ് അതിവിസ്തൃതമായ വൃഷ്ടി പ്രദേശം എന്ന് വെച്ചാൽ എക്സ്റ്റൻസീവ് കാച്ച്മെന്റ് ഏരിയ. വളരെ വിശാലമാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയ്ക്ക് ഉണ്ടല്ലോ ചെറിയ നദികളൊന്നുമില്ല, വലിയ വിശാലമായിട്ടുള്ള നദികളാ. പക്ഷേ നമ്മുടെ പെനിൻസുലാസ് നദി ഉപദ്വീപീയ ഭാഗത്തുള്ള ഇന്ത്യയുടെ താഴെ ഭാഗത്ത് കൂടെ ഒഴുകുന്ന നദികളിലെ കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തിയൊക്കെയുള്ള നദികൾ ഇതൊക്കെ ചെറുതായിരിക്കും. ഏതിനായിട്ട് അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത്, നമ്മളെ ഹിമാലയൻ നദികളുമായിട്ട് അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇവയുടെ കാച്ച്മെന്റ് ഏരിയ എന്തായിരിക്കും? ചെറുതായിരിക്കും. കമ്പാരിറ്റീവ്ലി സ്മാളർ കാച്ച്മെന്റ് ഏരിയ എന്ന് വെച്ചാൽ അതുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് എന്താണ്? വിസ്തൃതി കുറഞ്ഞ വൃഷ്ടി പ്രദേശമാണ്. വൃഷ്ടി എന്ന് പറഞ്ഞാൽ വലുപ്പം എന്നാണ് ഉദ്ദേശിക്കുന്നത്. then അതുപോലെ തന്നെ അപരദന തീവ്രത കൂടുതൽ, ഹൈ ഇറോഷൻ, ഇന്റൻസീവ് ഇറോഷൻ. കാരണം ധാരാളം വെള്ളം വരുന്നുണ്ട്. ധാരാളം വെള്ളം വരുന്ന സമയത്ത് തന്നെ അവിടെ ഇറോഷൻ, അത് അപരദനം ധാരാളം കൂടുതലായിരിക്കും. അതേസമയം ഇവിടെ ഇന്റൻസിറ്റി ഓഫ് ദി ഇറോഷൻ ഇസ് ലെസ്. അപരദനത്തിന്റെ തീവ്രത എന്തായിരിക്കും? കുറവായിരിക്കും ഉണ്ടായിരിക്കാം. ക്രിയേറ്റ് ജോർജസ് ഇൻ ദ മൗണ്ടൻ റേഞ്ചസ് ആൻഡ് മിയാൻഡേഴ്സ് ഇൻ ദ പ്ലെയിൻസ്. പർവ്വതങ്ങളിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുകയും സമതലങ്ങളിൽ വളഞ്ഞു പുളഞ്ഞു ഒഴുകുകയും ചെയ്യുന്നു. ഇതിനെ വലിയ മലയുടെ മുകളിൽ നിന്ന്, ഹിമാലയത്തിന്റെ മുകളിൽ നിന്ന് വളരെ ഉയർന്ന വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വരുന്ന സമയത്ത് വളരെ വലിയ ജോർജസ് എന്ന് വെച്ചാൽ ഗിരികന്ധരങ്ങൾ എന്ന് പറയും. നമ്മളെ വലിയ ആഴമേറിയ ഗർത്തങ്ങളൊക്കെ ആക്ച്വലി സൃഷ്ടിച്ചുകൊണ്ടായിരിക്കും ഇത് വരിക. അതുപോലെ മിയാൻഡേഴ്സ് ഇൻ ദ പ്ലെയിൻ, നമ്മളെ പരന്ന നിരപ്പായ സ്ഥലത്ത് കൂടെ വരുന്ന സമയത്ത് വളഞ്ഞു പൊളഞ്ഞു ഒഴുകും. അതിനെയാണ് വളഞ്ഞു പൊളഞ്ഞു ഒഴുകുന്നതിനെ വിളിക്കുന്ന പേരാണ് മിയാൻഡേഴ്സ് എന്ന് പറയുന്നത്. പെനിൻസുലാസ് റിവേഴ്സിന് അത്ര ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഡു നോട്ട് ക്രിയേറ്റ് ഡീപ് വാലീസ്, വലിയ താഴ്വരകളൊന്നും ഉണ്ടാക്കുന്നില്ല. ഫ്ലോ ത്രൂ ദ ഹാർഡ് ആൻഡ് റെസിസ്റ്റ് റോക്സ്. ഇതെന്താണ് പോകുന്നത്? നല്ല കട്ടിയുള്ള ശക്തമാറിയിട്ടുള്ള കാഠിന്യമേറിയിട്ടുള്ള ശിലകളുടെ മുകളിലൂടെ ആയതിനാൽ തന്നെ എന്തില്ല, വലിയ രൂപങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ഇത് വലിയ ഭംഗിയൊന്നുമില്ല, അത് അങ്ങോട്ട് ഒഴുകി പോവാണ്. നമ്മുടെ ഉപദ്വീപീയ നദികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ
ധാരാളം വെള്ളം ഉണ്ടായതുകൊണ്ട് തന്നെ ഹൈ ഇറോഷൻ ഉയർന്ന ജലസേചന ശേഷിയായിരിക്കും. ഹൈ ഇറോഷൻ പൊട്ടൻഷ്യൽ ധാരാളം ഇതുണ്ട്. അതേസമയം ഇവിടെ എന്താ ജലസേചന ശേഷി കുറവാണ്. പിന്നെ കൂടാതെ തന്നെ ഇവിടെ പറയുന്നതിന് നാവിഗേറ്റബിൾ ത്രൂ ദ പ്ലെയിൻ, നമ്മൾ നിരപ്പായ സ്ഥലത്ത് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ബോട്ടുകൾ കപ്പലുകൾ ഇല്ലെങ്കിലും വലിയ വലിയ ബോട്ടുകളൊക്കെ യാത്ര ചെയ്യാറുണ്ട്. ഇവിടെ എന്താണ് ബോട്ടുകൾ കാര്യങ്ങളൊന്നും യാത്ര ചെയ്യാൻ പറ്റൂല. സോ ഇത്രയേ ഉള്ളൂ. ഇത് മക്കൾ പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇനി മനസ്സിലാക്കാൻ വേണ്ടി ഒറ്റ കാര്യം പറഞ്ഞിട്ട്, ഹിമാലയ നദികൾ വലുതായിരിക്കും മനസ്സിലാക്കിക്കുക, പെനിൻസുല റിവേഴ്സ് അതോ ഉപദ്വീപ നദികൾ എന്തായിരിക്കും ചെറുതായിരിക്കും മനസ്സിലാക്കിക്കുക. എന്നിട്ട് പിന്നെ എന്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തിട്ട് എഴുതിയാൽ മതി. സെറ്റാണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോകാം. അടുത്തായി കണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും എന്ന് വെച്ചാൽ ഇത് കിഴക്കൻ തീരസമുദ്രവും പടിഞ്ഞാറൻ തീരസമുദ്രവും. അതിൽ കിഴക്കൻ തീരസമുദ്രം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കിഴക്ക് എന്ന് പറഞ്ഞാൽ ഏത് സൈഡാണ്? ഈ സൈഡാണ്. അതുകൊണ്ട് തന്നെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആണ് കിഴക്കൻ തീരസമുദ്രം എന്ന് പറഞ്ഞാൽ. പടിഞ്ഞാറൻ തീരസമുദ്രം എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഇതാണ്. ഇത് തമ്മിലുള്ള കമ്പാരിസൺ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ പഠിക്കേണ്ടതാണ്. ആക്ച്വലി നിങ്ങൾക്ക് ഞാനത് ആദ്യം ഈ പിക്ചറിൽ നിന്ന് തന്നെ ഇതിന്റെ കമ്പാരിസൺ പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് നോക്കാം. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ അഥവാ നമ്മുടെ പടിഞ്ഞാറൻ തീരസമുദ്രത്തിൽ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് തരംതിരിക്കാൻ പറ്റും. ഇതിൽ ഒന്നാമത്താണ് മലബാർ തീരസമുദ്രം, മലബാർ കോസ്റ്റ്. അതേസമയം രണ്ടാമത്താണ് ഇവിടെ ഗുജറാത്ത് തീരസമുദ്രം. ഇതിന്റെ നടുവിലുള്ള ഈ ഭാഗമാണ് കൊങ്കൺ കോസ്റ്റ്, കൊങ്കൺ തീരസമുദ്രം. അപ്പോൾ വെസ്റ്റേൺ തീരസമുദ്രത്തെ, നമ്മളെ പടിഞ്ഞാറൻ തീരസമുദ്രത്തെ നമ്മൾ 3 എണ്ണമായിട്ട് തരംതിരിച്ചു. മലബാർ കോസ്റ്റ് ഏതൊക്കെയാണ്? മലബാർ കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ്, അതുപോലെ തന്നെ ഗുജറാത്ത് കോസ്റ്റ്. അതേസമയം നമ്മൾ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ അഥവാ നമ്മൾ കിഴക്കൻ തീരസമുദ്രത്തെ നമ്മൾ 2ആയിട്ട് തരംതിരിക്കുകയാണ്. അതിൽ ഒന്നാമത്താണ് കോറോമോണ്ടൽ കോസ്റ്റ് നമ്മൾ പറഞ്ഞു. നമ്മൾ കോറോമോണ്ടൽ കോസ്റ്റ് നമ്മളിത് അവിടെ പറയുന്നുണ്ട്. നമ്മൾ ആക്ച്വലി എവിടെ ഇതിനെ ഞാൻ കഷ്ടങ്ങളൊക്കെ മുറിച്ചാൽ ഇവിടെ വെച്ചിരുന്നല്ലോ മക്കളെ. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വെച്ചിരുന്നു. യെസ്, നല്ല നോർത്ത് സിർക്കാർ പ്ലെയിനും അതുപോലെ തന്നെ കോറോമോണ്ടൽ കോസ്റ്റും. എവിടെ നമ്മൾ ഇതൊക്കെ പിക്ചറുകളൊക്കെ എവിടെ പോകുന്നു? യെസ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ആക്ച്വലി ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോർത്ത് സിർക്കാർ പ്ലെയിൻ. അതുപോലെ തന്നെ ഇതാണ് കോറോമോണ്ടൽ കോസ്റ്റ്. ഇത് നിങ്ങൾക്ക് എഴുതിയത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല എന്നതിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാ ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് വായിച്ചു നോക്കാം. ബിറ്റ്വീൻ ദ അറേബ്യൻ സീ ആൻഡ് വെസ്റ്റേൺ ഗാട്സ്, അഥവാ വെസ്റ്റേൺ ഗാട്സിന്റെയും അറേബ്യൻ സീയുടെയും ഇടയിലാണ്. നമുക്കറിയാം വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആണ്. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞ സമയത്ത് ഈ വെസ്റ്റേൺ ഗാട്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പോകുന്ന മലനിരകളെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയാം. അപ്പോൾ ഈ വെസ്റ്റേൺ ഗാട്സിന്റെയും അറേബ്യൻ സീയുടെയും ഇടയിലുള്ള സ്ഥലമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അഥവാ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് ഈ സ്ഥലം വരുന്നത്. അതേസമയം കിഴക്കൻ തീരസമുദ്രമാണെങ്കിൽ ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് വരുന്നത്. അഥവാ ഇറ്റ് ഈസ് ബേ ഓഫ് ബംഗാൾ ആൻഡ് ഈസ്റ്റേൺ ഗാട്സിന്റെയും ബേ ഓഫ് ബംഗാളിന്റെയും ഇടയിൽ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, വെസ്റ്റേൺ ഗാട്സിന്റെയും അറേബ്യൻ സീയുടെയും ഇടയിൽ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. അതുപോലെ തന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രം ദ റാൻ ഓഫ് കച്ച് ടു കന്യാകുമാരി. നമ്മൾ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ തുടങ്ങുന്നത് എവിടുന്ന് അറിയോ? നമ്മളെ റാൻ ഓഫ് കച്ച്. ഇതാണ് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. കണ്ടോ, ഈ റാൻ ഓഫ് കച്ച് മുതൽ താഴെയുള്ള കന്യാകുമാരി വരെയാണുള്ളത്. സോ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് ഇതിന്റെ സ്ഥലം എന്ന് പറയുന്നത്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ. അതേസമയം ഇതാണെങ്കിലോ സുന്ദർബന പ്രദേശം മുതൽ കന്യാകുമാരി വരെ. സുന്ദർബൻ ഡെൽറ്റ ഉണ്ടല്ലോ, സുന്ദർബൻ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ കിടക്കുന്ന സ്ഥലമാണ് സുന്ദർബൻ ഡെൽറ്റ. അത് മുതൽ കന്യാകുമാരി വരെയാണ് ഇതിന്റെ സ്ഥലം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ കമ്പാരിറ്റീവ്ലി നാരോ, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഓർമ്മ ഉണ്ടല്ലോ, കമ്പാരിറ്റീവ്ലി നാരോ ആണ്, അഥവാ കട്ടി കുറഞ്ഞിട്ടുള്ളതാണ്. അതേസമയം കമ്പാരിറ്റീവ്ലി വൈഡ് വിശാലമായിട്ടുള്ള ആളായിരിക്കും. ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു ഗുജറാത്ത് കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ്, മലബാർ കോസ്റ്റ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്ന് പറഞ്ഞുകൊണ്ട് താരതമ്യപ്പെടുത്താം. അതേസമയം ഇപ്പുറത്താണെങ്കിലോ കിഴക്കൻ തീരസമതലത്തെ കോറോമോണ്ടൽ തീരസമതലം, വടക്കൻ സിർക്കാർ തീരസമതലം എന്നിങ്ങനെ തരംതിരിക്കാം. അഥവാ ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു നോർത്ത് സിർക്കാർ പ്ലെയിൻ ആൻഡ് കോറോമോണ്ടൽ കോസ്റ്റ്. ബാക്ക് വാട്ടേഴ്സ് ഇൻട്രസ്റ്റസ് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കായലുകളും അഴിമുഖങ്ങളും കാണാം. ഇവിടെയാണെങ്കിലോ ഡെൽറ്റ രൂപീകരണമായിരിക്കും ഇവിടെ കൂടുതലായിട്ട് കാണാം. ഡെൽറ്റ ഫോർമേഷൻ വി ക്യാൻ സീ ദർ. ഇത് നിങ്ങൾ മക്കളെ നിർബന്ധമായിട്ടും ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ഒരു കാര്യം. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ചോദ്യം കൂടെ ഞാൻ ഇവിടെ പറയാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്ലൈമറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയുടെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? പരീക്ഷയ്ക്ക് മക്കളെ ഇതിലൊരു 4 പോയിന്റുകൾ എന്റെ മക്കൾ പഠിച്ചു വെച്ചാൽ മതി. കാരണം മാക്സിമം 4 മാർക്കിന്റെ ചോദ്യമാണ് ഉണ്ടാവുക. സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്നാമത്തത് ലാറ്റിറ്റ്യൂഡ് ആണ്. ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഇങ്ങനെ പോകുന്നതിനെ വിളിക്കുന്ന പേരെന്താ? അക്ഷാംശമാണോ രേഖാംശമാണോ? പറഞ്ഞോ. നമ്മൾ ഇങ്ങനെ പോകുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് രേഖാംശമാണ്. ഇങ്ങനെ പോകുന്നതിനെ വിളിക്കുന്ന പേര് എന്താണ്? അക്ഷാംശമാണ്. സോ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അക്ഷാംശം. ഫിസിയോഗ്രഫി അഥവാ ഇന്ത്യയുടെ ഭൂപ്രകൃതി എഴുതിയത് മനസ്സിലാവുന്നില്ല അല്ലെ? മലയാളം മീഡിയം മക്കൾക്ക് വേണ്ടി ഞാൻ എഴുതി തരാം. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്?
ലാറ്റിറ്റ്യൂഡ്സ് അഥവാ അക്ഷാംശം. ഇന്ത്യയുടെ ഭൂപ്രകൃതിയാണ് അടുത്ത കാര്യം. നിയർനെസ്റ്റ് ഓഫ് ദ സീ അഥവാ സമുദ്രത്തിന്റെ സാമീപ്യം. ആൾട്ടിറ്റ്യൂഡ് ഉയരം. വിൻഡ് പാറ്റേൺ അഥവാ കാറ്റിന്റെ ഡയറക്ഷൻ. അതുപോലെ തന്നെ ഓഷ്യൻ കറന്റ്, സമുദ്ര ജലപ്രവാഹങ്ങൾ. ഈ കാര്യങ്ങളാണ് ആക്ച്വലി ഇന്ത്യയിൽ കാലാവസ്ഥ രൂപീകരിക്കാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ മക്കളെ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതാ ഞാനൊരു 20 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് സെറ്റാക്കി തന്നിരിക്കുകയാണ്. മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ മൺസൂൺ വരുന്നുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഇതിൽ ഏറ്റവും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു റാപ്പിഡ് റിവിഷൻ ആയിരുന്നു ആക്ച്വലി ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടേ, നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഇനി വേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് താഴെ തന്നെ കമന്റ് ഇട്ടോ. ഈ ഭാഗം ഞാൻ പറഞ്ഞു തന്നുകൊണ്ട് ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇത്രയും ഷോർട്ടാക്കി തന്നത് മനസ്സിലായിട്ടുണ്ടോടാ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഒരു കമന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏത് ഭാഗമാണ് വേണ്ടതെന്നും ഈ ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നി? ഹാപ്പി ആയില്ലേ? സമാധാനമായില്ലേ? വലിയ ബുദ്ധിമുട്ടുണ്ടോ സോഷ്യലി? ഇല്ല, ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും ഇനിയും സെറ്റാക്കി തരുന്നതാണ്. സോ തൽക്കാലത്തേക്ക് മാത്രം ടാറ്റാ, ബൈ ബൈ, സീ യു ഓൾ.